ഇതാ നമ്മൾ കുറേ നേരമായിട്ട് കാത്തു നിൽക്കുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി 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 ഇതിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഇതിലും ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി. എല്ലാവരും ടേസ്റ്റ് നോക്കി. അല്ല, നമ്മുടെ ബീഫ് എന്താ ഇങ്ങനെ തന്നെ. ചെയർ റെപ്രസെൻ്റ് ചെയ്തത് 1000 ജൂയിഷിനാണ്. അപ്പോൾ അതുപോലത്തെ 65 ചെയർ. അപ്പോൾ 65,000 ജൂയിഷ്. സെക്കൻഡ് വേൾഡ് വാറിൽ മരണപ്പെട്ട 65,000 ജൂയിഷിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പോളണ്ടിലാണ്. പോളണ്ടിലെ ക്രാക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഹിസ്റ്റോറിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ക്രാക്കോ എന്ന് പറയുന്നത്. ഇവിടെ ജൂയിഷുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് മരണപ്പെട്ട ജൂയിഷുകളെ അവരുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെയറുകളാണ് ഈ കാണുന്നത്. ചെയർ റെപ്രസെൻ്റ് ചെയ്തത് 1000 ജൂയിഷിനാണ്. അപ്പോൾ അതുപോലത്തെ 65 ചെയർ. അപ്പോൾ 65,000 ജൂയിഷ്. സെക്കൻഡ് വേൾഡ് വാറിൽ മരണപ്പെട്ട 65,000 ജൂയിഷിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതാ ഇവിടെ ചുമ്മാ ഇരിക്കാൻ വേണ്ടിയല്ല, ഇരിക്കുകയും ചെയ്യാം, ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പല ആളുകളും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അവരെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സ്ക്വയർ. ഇതിവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും കാണുന്നൊരു സ്ഥലമാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് M-Eats അടിച്ചാൽ മതി. M-Eats അടിച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മീറ്റ് ഷോപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ്. അവിടുന്ന് ഒരു 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്ററേ ഉള്ളൂ ഈ ഒരു സ്ക്വയറിലേക്ക്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ M-Eats അടിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ താഴെ ഞാനിതിൻ്റെ സ്ക്വയറിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഒരുപാട് ചെയറുണ്ട്. ഇത് ഫിക്സഡ് ആണ്, ഇളക്കാൻ പറ്റില്ല. എല്ലാത്തിനും ലൈറ്റ് ഉണ്ട്. അതാ സെൻറ്ററിൽ താഴെ കാണുന്നത് ലൈറ്റാണ്. 65 ഒരേപോലത്തെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. 1 2 3 4 5 6 7 അവിടെ ഒരു 7 ചെറുത് കാണുന്നുണ്ട്. ബാക്കിയെല്ലാം വലുതാണ്. ഇതാ ഇവിടെ ഇരിക്കുന്ന 3 ചെറുതാണ്. എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഗൈഡ് വേറെ ഏതോ ലാംഗ്വേജിൽ ഇവർക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാണ്. ഇവിടെ നടുവിൽ മറ്റേ കുഴൽ കിണറിനെയും കാണുന്നുണ്ടല്ലോ. ഇത് കുടിക്കാൻ പറ്റില്ല എന്നാണ് ഇതിലുള്ളത്. വോഡ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാണായിരുന്നു ഇതുപോലത്തെ കുഴൽ കിണർ. നോട്ട് വർക്കിംഗ്. ചുമ്മാ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ താമസിക്കുന്ന റൂം ഇതാണ്. ഇന്ന് നമ്മൾ ചെറിയൊരു പാർട്ടി ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. കുറച്ച് പേര്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെന്താണുള്ളത്, ബീഫ് വരട്ടിയതാ. പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയം 10-11 മണിയായി. അറിയില്ല അത് എപ്പോൾ ആവുന്നുള്ള ഒരു ഐഡിയ ഇല്ല. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കുക്ക്. മെയിൻ കുക്കിനൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പേര് പറഞ്ഞ, സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞേ. പേര് ഹഷ്മത് അലി. സ്ഥലം ട്രിവാൻഡ്രം. നമ്മുടെ ടെക്നോ പാർക്കിന് കുറച്ചടുത്തായിട്ട് കണിയാപുരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കണിയാപുരം. ഓക്കെ. ഇത് നമ്മുടെ മൻസൂർ അലി, മലപ്പുറത്ത് എവിടെ? മലപ്പുറം കാരാത്തോട്. പാണക്കാട് എന്ന് പറഞ്ഞാലാണ് കുറച്ചും കൂടി പെട്ടെന്ന് കത്തുള്ളൂ. അപ്പോ ഇതെന്താ ലാപ്ടോപ്പിന്റെ മുകളിൽ വെച്ചിട്ടാ കട്ട് ചെയ്യുന്നത്? അല്ല, കൈസ് കാണണ്ട.
ഇതാരാണ്? ഇതൊന്ന് പരിചയപ്പെടാം. ഇതൊരു ആരിഫ് പൊന്നാനിയുടെ വീട്. പൊന്നാനിയിലെ ഒരു ബിസിനസ് ആണ് ഇവിടെ. എന്താ ബിസിനസ്? ഞാൻ ഇവിടെ ഒരു മീറ്റ് ഷോപ്പ് നടത്തുന്നുണ്ട്. എന്ത് ഫുൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ഫുൾ ഡീറ്റെയിൽസ് 2-3 മാസമായി ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്. ഇൻഷാല്ലാ കാര്യങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ. അല്ല, മീറ്റ് ഷോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് കൂടി പറയാം. സ്പെഷ്യാലിറ്റി ഹലാലാണ് മെയിനായിട്ട്. ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാതും ഉണ്ട്. അതേപോലെ സോസേജും. പോളണ്ടിലെ ഒരേ ഒരു ഷോപ്പാണോ? പോളണ്ടിൽ ഫസ്റ്റ് ഒരു 100% ഹലാൽ മീറ്റ് ഷോപ്പ് നമ്മളവിടെ ഓപ്പൺ ചെയ്തിരിക്കണ്. ഓക്കെ ഓക്കെ, എന്തായാലും വലിയൊരു വിജയമായി മാറട്ടെ. മീൻ നിങ്ങൾ എത്ര പേരാണ്? നമ്മളൊരു 2-3-4 ആളുണ്ട്. 3-4 ആള്. ഓക്കെ, ഇനി ആരെയാ പരിചയപ്പെടാനുള്ളത്? ഹലോ, എൻ്റെ പേര് ഷമീം. ഞാൻ നാട്ടിൽ പെരിന്തൽമണ്ണയാണ്. പക്ഷേ ഞങ്ങള് പഠിച്ചതും ഇവിടെ എല്ലാതും ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂർ സെറ്റിലാണ്. അവിടുന്ന് IT കമ്പനി ജോലി കയറിയിട്ട് ഇവിടെ ട്രാൻസ്ഫർ ആയി പോളണ്ടിലേക്ക്. അങ്ങനെ വന്നാണ്? ടെമ്പററി ആണോ പെർമനന്റ് ആണോ? പെർമനന്റ് ആണ്, ലോങ് ടേം ആണ്. എത്ര വർഷമായി ഇപ്പം ഇവിടെ വന്നിട്ട്? ഞാനൊരു 7 മാസമായിട്ടുള്ളൂ. 7 മാസമായിട്ടുള്ളൂ. 7 മാസമായിട്ടുള്ളൂ. സുഖമായിട്ട് ഇങ്ങനെ പോണു. ഫാമിലി കൊണ്ടുവന്നിട്ടില്ല, നാട്ടിലാണ് കൊടുത്തിട്ടില്ല. അതിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെ ഫാമിലി? ആരൊക്കെ ഉള്ളത്? ഫാമിലി വൈഫും ഒരു മോനും. അപ്പോൾ നമ്മളിതാ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കിലോ ചിക്കൻ ഉണ്ട്. നമ്മുടെ കൂടെ ഒരാളും കൂടി ഇപ്പോൾ ജോയിൻ ചെയ്യും. അത് വേറെ ആരുമല്ല, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ എന്താ പറയുക, എൻജിനീയറിങ്ങിന് ഞാനും അവനും ഒരേ റൂമിലാണ് താമസിച്ചത്. ആ പുള്ളി ഇപ്പം വരും. വന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ ആള്, എൻ്റെ കൂടെ പഠിച്ചത്. നമ്മൾ ഹോസ്റ്റലിൽ ഒന്നിച്ചായിരുന്നു. ആളുടെ പേര് ഒന്ന് പരിചയപ്പെടുത്തിക്കേ. ഷെറോൺ. നാട്ടിലെവിടെയാ? ഡ്യൂപ്ലിക്കേറ്റിന്റെ മെയ്ഡ് ഇൻ കുന്നംകുളം. പക്ഷെ ജനിച്ചും വളർന്നതൊക്കെ ഡൽഹിയിലാണ്. ഇപ്പൊ ഇവിടെയാണ്, പോളണ്ടിലാണ് ഫാമിലി ആയിട്ട്. അല്ല, ഇവനെ പറ്റി പറയുമ്പോഴേ വേറൊരു കാര്യം കൂടി പറയണം. എല്ലാ അലമ്പിനും മുമ്പിലുണ്ടാവും, പക്ഷെ മാർക്ക് വന്നാൽ ഫുൾ ഡിസ്റ്റിങ്ഷനും ഉണ്ടാവും. ക്ലാസ്സിലെല്ലാ അലമ്പിനും മുമ്പിലുണ്ടാവും, ജാഥയ്ക്ക് മുമ്പിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോ ആള് ഫുൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ വൈഫും. പുള്ളിക്കാരത്തി ക്ലാസ് കയറൂല. ഞാൻ അവളെയും കൊണ്ട് അവളുടെ കോളേജിൽ പോയി. എന്നിട്ട് ടീച്ചർ പറയാണ് ക്ലാസ് കയറുന്ന പരിപാടിയില്ല, പക്ഷെ ചീത്ത അറിയാൻ പറ്റൂല. എക്സാം കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇതാ നമ്മൾ കുറേ നേരമായിട്ട് കാത്തു നിൽക്കുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി ഇതിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഇതിലും ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി. എല്ലാവരും ടേസ്റ്റ് നോക്കി. അല്ല, നമ്മുടെ ബീഫ് എന്താ ഇങ്ങനെ തന്നെ? ബീഫ് ആക്കിയിട്ട് ഇവിടെ വെച്ചോ, ഞാനിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് തിന്നോളാം. അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നെയ്ച്ചോറ്. ഇത് നെയ്ച്ചോറല്ലേ? നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇതെന്തിനാ? ബീഫിലേക്കുള്ള മിക്കവാറും ഞാൻ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. ആരിഫ് എമ്മാതിരി അടിയാണ് ആരിഫെ. നിന്നെ മീറ്ററിൽ കാണിക്കുന്നില്ലല്ലോ. സത്യം അവനെ മീറ്ററിൽ കാണിക്കുന്നില്ല. അല്ലാ, ഇവൻ കഴിച്ച ചിക്കനൊക്കെ നോക്കി. സമയം എത്രയായി? 2 മണിയോ? പുലർച്ചെ 2 മണി ഫുഡ് കഴിക്കുന്ന സമയം. അടിപൊളി. അല്ല, എനിക്ക് 6 മണിക്ക് ബസ് വരുമല്ലോ. ഉള്ളത് പോളണ്ടിലെ ക്രാക്കാവ്. അവിടുന്ന് കുറച്ച് മാറിയിട്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാൻ വേണ്ടി വന്നതാണ്.
ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സെക്കൻഡ് വേൾഡ് വാർ നാസി ഗവൺമെൻറ് തടവറയിൽ ആളുകളെ താമസിപ്പിച്ച സ്ഥലങ്ങളാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പം അവിടെയുള്ള വളരെ ദയനീയമായ കാഴ്ചകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ, അന്ന് അവർ താമസിച്ച സ്ഥലവും അവരുപയോഗിച്ച കാര്യങ്ങൾ, അവരെ എങ്ങനെയായിരുന്നു താമസിപ്പിച്ചത്, ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് വിത്ത് ഗൈഡ് അടക്കമുള്ളൊരു ടൂറാണത്. അപ്പം ആ ടൂറിൽ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ഈ സ്ഥലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷം തരുന്ന വീഡിയോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ വളരെ ദയനീയമായ പഴയ കാര്യങ്ങളൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുക. കുറച്ച് സങ്കടത്തോടെ വേണ്ടി വരും ഇന്നത്തെ വീഡിയോ കാണാൻ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോളൂ. കാരണം ഇവിടെ വന്ന് കാണുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വിത്ത് ഗൈഡേ കയറാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങോട്ടേക്ക് ബസ്സിന് വന്നു. 20 zloty കൊടുത്തിട്ടാണ് ഞാൻ ഈ ബസ്സിന് ഇങ്ങോട്ട് വന്നത്. ക്രാക്കോവിൽ ഏകദേശം 1.5 മണിക്കൂർ ബസ്സിലിരുന്നിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ നമുക്ക് പല ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ്, അങ്ങനെ പല ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 90 zloty ആണ് അവർ എൻട്രി ഫീ ആയിട്ട് വാങ്ങുന്നത്. ഈ ഒരു ടിക്കറ്റിന് 90 zloty ആണ്. ഇങ്ങോട്ട് വരാൻ 20 ആണ്, തിരിച്ചു പോകാൻ 20. മൊത്തത്തിൽ ഒരു 130 zloty. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഞാനും ഇപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പണ്ടത്തെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് അന്നത്തെ അതേപോലെ മ്യൂസിയം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ട് മനസ്സിലാക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. നമുക്ക് അകത്തേക്ക് പോവാം. ടിക്കറ്റ് എടുത്തു.